بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد مواساة النفس بذكر الموت മരണചിന്തയിലൂടെ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കുക, സാന്ത്വനിപ്പിക്കുക. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബിയെ സംബന്ധിച്ച് മുമ്പ് വിശദീകരിച്ചതാണ്. സഹാബി പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത് ഫഇന്നഹു ലം യദ്കുർഹു അഹദുൻ ഫീ ദീഖിൻ മിനൽ ഐശി ഇല്ലാ വസ്സഅഹു അലൈഹി വലാ ദകറഹു ഫീ സഅത്തിൻ ഇല്ലാ ദയ്യഖഹാ അലൈഹി. മരണത്തെ സംബന്ധിച്ചുള്ള ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, അക്സിറു നിങ്ങൾ അധികരിപ്പിക്കുക, ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് ലദ്ദത്തുകളെ, അഥവാ നമ്മുടെ സുഖങ്ങളെ. ഹാദിം എന്ന് പറഞ്ഞാൽ മുറിച്ച് കളയുന്നവ. നമ്മുടെ സുഖങ്ങളെ മുറിച്ച് കളയുന്ന ആ കാര്യത്തെ നിങ്ങൾ അധികമായിട്ട് ഓർക്കുക. അതായത് അൽ മൗത്ത്, മരണത്തെ. മരണം നമ്മുടെ സുഖങ്ങളെ ഇല്ലാതാക്കും. അടുത്ത ആൾക്കാർ മരണപ്പെട്ടാൽ നമുക്ക് ആ പ്രയാസം. അപ്പോൾ ആ മരണത്തെ നിങ്ങൾ അധികമായിട്ട് ഓർക്കുക. കാരണം ഫഇന്നഹു ലം യദ്കുർഹു അഹദുൻ ഫീ ദീഖിൻ മിനൽ ഐശ്, ജീവിതത്തിൽ ഞെരുക്കം അനുഭവപ്പെടുന്ന സമയത്ത്, പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ആ മരണത്തെ ഒരാൾ ഓർത്താൽ ഇല്ലാ വസ്സഅഹു അലൈഹി, അവനക്ക് ആ പ്രയാസം, ഞെരുക്കം വിശാലമാക്കപ്പെടും. ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് ഒരാൾ മരണത്തെ ഓർക്കുന്നതെങ്കിൽ ആ പ്രയാസം ഒന്നും അല്ലാതായി തോന്നും എനിക്ക്. കാരണം മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമല്ലോ. ദുനിയാവിലെ പ്രയാസങ്ങൾ അവസാനിക്കും, പിന്നെ ആഖിറാണ്. അപ്പം ഒരാൾക്ക് പ്രയാസം അനുഭവപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് ഒരാൾ മരണത്തെ ഓർത്താൽ ആ ബുദ്ധിമുട്ട്, ആ പ്രയാസം അവന് ഇല്ലാതാക്കപ്പെടും. വലാ ദകറഹു ഫീ സഅത്തിൻ ഇല്ലാ ദയ്യഖഹാ അലൈഹി, ജീവിതത്തിൽ നല്ല സുഖത്തിൽ ജീവിക്കുന്ന സമയം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സുഖകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ ആ മരണത്തെ ഓർത്താൽ ആ പ്രയാസം അവനൊരു കുടുസായി തോന്നും. ആ ഒരു ജീവിതം പ്രയാസമായി തോന്നും, കുടുസായി തോന്നും. അഥവാ ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയം, മനസ്സിലാകെ തകരുന്ന സമയം മരണത്തെ ഓർത്താൽ കുറച്ച് ആശ്വാസമാണ്. കാരണം മരണത്തിന് ശേഷമാണ് മുഅ്മിനീങ്ങൾക്ക് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ദുനിയാവ് അങ്ങനെയാണ്. ആ ഒരു ചിന്ത വരും. അങ്ങനെ സുഖത്തിലിങ്ങനെ ജീവിച്ച് സുഖം കൂടി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ക്രമേണ അവൻ്റെ മനസ്സിൽ നിന്നും ആഖിറത്തിൻ്റെ ചിന്ത ഇല്ലാതാകുന്ന സമയം ഒരാൾ മരണത്തെ ഓർത്താൽ തിരിച്ച് വീണ്ടും ആ ആഖിറത്തിൻ്റെ ചിന്തയിലേക്ക് വരാൻ അവന് സാധിക്കും. ആ നന്ദിയില്ലാത്ത ആ ഒരു ജീവിതം ഒഴിവാക്കും. പിന്നെന്ത് ചെയ്യും? അവൻ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പം മരണചിന്ത എന്നുള്ളത് നമുക്ക് ഏത് സമയത്തും ഖൈറായ ഒരു കാര്യമാണ്. ഈ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മരണചിന്ത അധികമായിട്ട് എന്ത് ചെയ്യുക? ഓർക്കുക. അത് നമുക്ക് ഖൈറുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.